പ്രിയ വിദ്യാർത്ഥികളെ, മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോസ്കോപ്പിന്റെ വിവിധ തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വിവിധ ഒപ്റ്റിക്കൽ ഭാഗങ്ങളെക്കുറിച്ചും മെക്കാനിക്കൽ ഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോസ്കോപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, മൈക്രോസ്കോപ്പിന്റെ ഓപ്പറേഷൻസ് എന്താണ്, അതുപോലെ മൈക്രോസ്കോപ്പിന്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് എന്തൊക്കെയാണെന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കായ മൈക്രോസ്കോപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് പഠിക്കാം. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് മൈക്രോസ്കോപ്പ്. ഇതാണ് ഒരു സാധാരണ സിമ്പിൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്നിരുന്നാലും ഒന്നുകൂടി നമുക്കൊന്ന് പഠിക്കാം. ഇതാണ് ഒന്ന് ഐ പീസ് ലെൻസ്, ഇതാണ് ബോഡി ട്യൂബ് എന്ന് പറയുന്നത്, ഇത് കൊയാസ് അഡ്ജസ്റ്റ്മെന്റ്, ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്, റിവോൾവിംഗ് നോസ് പീസ്. ഈ നോസ് പീസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒബ്ജക്റ്റീവ് ലെൻസുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സാധാരണയായി 3 ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഉണ്ടാവുക. പിന്നെ ഇൻക്ലിനേഷൻ ജോയിന്റ്സ്, മിറർ, ബേസ്, അതുപോലെ തന്നെ സ്റ്റേജ്, സബ്സ്റ്റേജിൽ കണ്ടൻസറും ഐറിസ് ഡയഫറും. ഇത്രയുമാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. ഇതാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് നോസ് പീസിലാണ് ഈ 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ വെച്ചിരിക്കുന്നത്. ചിത്രത്തിൽ നമുക്ക് കാണാം ഈ മൈക്രോസ്കോപ്പിന്റെ നോസ് പീസിൽ 3 ഒബ്ജക്റ്റീവ്സുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് 3 ഒബ്ജക്റ്റീവ് ലെൻസുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിലുള്ളത്. ഒന്ന് ലോ പവർ ഒബ്ജക്റ്റീവ്സ് അഥവാ 10x. ഇത് സാധാരണയായി 10x ഒബ്ജക്റ്റീവ്സ് ആണെന്ന് പറഞ്ഞാൽ 10 ടൈംസ് എന്ത് ചെയ്യും, നമ്മുടെ ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കും, മാഗ്നിഫൈ ചെയ്യും. അടുത്തതാണ് ഹൈ പവർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് 40x ആണ്. സാധാരണ നോർമലി കാണുന്നത് 40x ആണ്. എന്ന് പറഞ്ഞാൽ 40 തവണ അല്ലെങ്കിൽ 40 മടങ്ങ് അതുപോലെ ഇതാക്കി കാണിച്ചു തരും, മാഗ്നിഫൈ ചെയ്യും. മൂന്നാമത്തതാണ് ഓയിൽ ഇമ്മേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ 100x ആണ്. എന്ന് പറഞ്ഞാൽ 100 ടൈംസ് എന്ത് ചെയ്യും, നമ്മുടെ ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെയുള്ള 3 ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുള്ളത്. ഇനി നമുക്ക് ഈ ഓരോന്നും വിശദമായി പഠിക്കാം. ഒന്നാമത്തത് ലോ പവർ ഒബ്ജക്റ്റീവ്സ്. ലോ പവർ ഒബ്ജക്റ്റീവ് പ്ലേസ് ഇൻ പൊസിഷൻ. ഈ നോസ് പീസ് തിരിച്ചിട്ട് എന്ത് ചെയ്യണം, ലോ പവർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന 10x അത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പണി. രണ്ടാമത്തെ കണ്ടൻസർ ഈസ് ലോവേഡ്. ഇവിടെ കണ്ടൻസർ ഉണ്ട് അല്ലേ, ഈ സബ്സ്റ്റേജിലുള്ള കണ്ടൻസറും ഐറിസ് ഡയഫ്രം ഉണ്ട്. അപ്പൊ ഈ കണ്ടൻസർ എന്ത് ചെയ്യണം, ഏറ്റവും താഴ്ഭാഗത്തേക്ക് കൊണ്ടുവെക്കണം. ഐറിസ് ഡയഫ്രം ഈസ് ഹാഫ് ഓപ്പൺഡ്. ഇവിടെ ഒരു ഐറിസ് ഡയഫ്രം ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് എത്തിക്കുന്നതിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഐറിസ് ഡയഫ്രം ഉണ്ട്. അപ്പൊ ഈ ഐറിസ് ഡയഫ്രം എന്ത് ചെയ്യണം, പകുതി തുറന്നു വെക്കണം. അപ്പൊ ഈ 3 പോയിന്റുകളാണ് ഒന്നാമത്തേതിലുള്ളത്. നോക്കാം, നമുക്ക് അടുത്ത 4ാമത്തെ പോയിന്റ് നോക്കാം. ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഓൺ ദി സ്റ്റേജ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഈ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിമെൻ വെക്കണം. ഓക്കെ, അത് ചിലപ്പോൾ ബ്ലഡ് ആവാം, സ്റ്റെയിൻ ആവാം, പിന്നെ അതുപോലെയുള്ള എന്തെങ്കിലും നമ്മുടെ ഈ ലാബുകളിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ലീഫുകളാവാം, അല്ലെങ്കിൽ ഉള്ളിയുടെ തോലുകളാവാം. അപ്പൊ ഇങ്ങനെയുള്ള പല സാധനങ്ങളും വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ഒബ്ജക്റ്റുകൾ അവിടെ പ്ലേസ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം, ലോവർ ദ ബോഡി ട്യൂബ് അൺടിൽ ക്ലിയർ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഈസ് ഒബ്ടൈൻഡ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബോഡി ട്യൂബ് എന്ത് ഉപയോഗിച്ചിട്ടാണ് താഴ്ത്തുക, ഈ കൊയാസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ വലിയ അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ബോഡി ട്യൂബ് എന്ത് ചെയ്യണം, താഴ്ത്തണം. ഏതുവരെ താഴ്ത്തണം, അൺടിൽ ക്ലിയർ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഈസ് ഒബ്ടൈൻഡ്. ഒരു ക്ലിയർ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുന്നവരെ എന്ത് ചെയ്യണം, അത് താഴ്ത്തണം. ഓക്കെ, ഇനി അങ്ങനെ ഏകദേശം ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, യൂസ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ക്ലിയർ ഇമേജ്. അപ്പൊ ഇവിടെ തൊട്ട് താഴ്ന്നുണ്ട് ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വളരെ മൈന്യൂട്ടായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോഡി ട്യൂബിനെ താഴ്ത്താനും പിന്നെ അതുപോലെ ഉയർത്താനും പറ്റും. അപ്പൊ അങ്ങനെ ഉയർത്തി വെച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോക്കസ് ചെയ്ത് കറക്റ്റ് പിക്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് എന്ത് ലോ പവർ ഒബ്ജക്റ്റീവ്സ്. ഇനി രണ്ടാമത്തത് ഹൈ പവർ ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഹൈ പവർ ഒബ്ജക്റ്റീവ് പ്ലേസ് ഇൻ പൊസിഷൻ. ഈ നോസ് പീസ് തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ഹൈ പവർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം 40x ലെൻസ് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് തിരിച്ചു വെക്കണം. ഓക്കെ, രണ്ടാമത്തെ പൊസിഷൻ കണ്ടൻസർ ഈസ് ഹാഫ് റൈസ്ഡ്. ഇപ്പൊ നേരത്തെ കണ്ടൻസർ ഏറ്റവും താഴ്ഭാഗത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടൻസർ നേരെ പകുതി ഭാഗത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഉയർത്തി വെക്കുന്നു. ഓക്കെ, ദെൻ ഐറിസ് ഡയഫ്രം ഈസ് 3/4 ഓപ്പൺഡ്. ഐറിസ് ഡയഫ്രം എന്തെങ്കിലും 3/4 ഭാഗം ഐറിസ് ഡയഫ്രം ഓപ്പൺ ചെയ്ത് വെക്കണം. നേരത്തെ ലോ പവർ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പകുതി തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 3/4 ഭാഗമാണ് തുറന്നു വെച്ചിരിക്കുന്നത്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഇസ് നെക്സ്റ്റ് ഒബ്ജക്ട് പ്ലേസ് ഓൺ ദ സ്റ്റേജ്. ഈ സ്റ്റേജിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്പെസിഫിൻ കാണേണ്ട വസ്തു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ലോവർ ദ ബോഡി ട്യൂബ് അൺടിൽ ക്ലിയർ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഈസ് ഒബ്ടൈൻഡ്. പിന്നെ എന്ത് ചെയ്യണം, ഈ കോയാസ് അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബോഡി ട്യൂബ് താഴ്ത്തിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഏകദേശം ക്ലിയർ ഇമേജ് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, താഴ്ത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, യൂസ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ക്ലിയർ ഇമേജ്. ഒരു ക്ലിയർ ഇമേജ് കിട്ടുന്നതിന് വേണ്ടി, നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇത്രയാണ് ഹൈ പവർ ഒബ്ജക്റ്റീവ്സിലുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തേലാണെന്നുള്ള ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ് ഈസ് പ്ലേസ് ഇൻ പൊസിഷൻ. ഇവിടെ ഈ നോസ് പീസ് തിരിച്ചുകൊണ്ട് ഓയിൽ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് ലെൻസിന് കറക്റ്റ് ഈ ലൈനിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ വെക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കണ്ടൻസർ ഈസ് ഫുള്ളി റൈസ്ഡ്. കണ്ടൻസർ എന്ത് ചെയ്യണം, ഫുൾ, ഇപ്പൊ ഏറ്റവും മുകളിലായി ആയിരിക്കണം കണ്ടൻസർ. നേരത്തെ ലോ പവറിൽ ഏറ്റവും താഴായിരുന്നു, ഹൈ പവറിൽ അത് മിഡിലായിരുന്നു. ഇപ്പോൾ ഓയിൽ ഇമേഴ്ഷനിൽ എന്താണ്, ഏറ്റവും മുകളിലാണ് കണ്ടൻസർ ഉള്ളത്. ഓക്കെ, ദെൻ ഐറിസ് ഡയഫ്രം ഈസ് ഫുള്ളി ഓപ്പൺഡ്. ഐറിസ് ഡയഫ്രം എന്ത് ചെയ്യണം, ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യണം. ലോ പവറിൽ എന്തായിരുന്നു, അത് ഹാഫ് ഓപ്പൺഡ് ആയിരുന്നു. ഹൈ പവറിൽ എന്തായിരുന്നു, അത് മുക്കാൽ ഭാഗം ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ഓയിൽ ഇമേഷൻ ആയപ്പോൾ എന്ത് സംഭവിച്ചു, ഐറിസ് ഡയഫ്രം ഈസ് ഫുള്ളി ഓപ്പൺ. ഇനി തുറക്കാൻ ബാക്കിയില്ല, അത്രയും ഫുൾ ആയിട്ട് ഐറിസ് ഡയഫ്രം നമ്മൾ തുറന്നു വെക്കുന്നു. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, ഒബ്ജക്ട് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റേജ്. ഈ സ്റ്റേജിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒബ്ജക്ട് വെക്കാം. സ്ലൈഡിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒബ്ജക്ട് വെക്കാവുന്നതാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്, ഇനിയാണ് ഒരു വ്യത്യാസമുള്ളത്. ലോ പവറും ഹൈ പവറും തമ്മിൽ, ഈ ഓയിൽ ഇമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓയിൽ ഇമേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് ഇമേഷൻ ഓയിൽ ഓൺ ദ സ്ലൈഡ് വേർ ദ സ്പെസിമെൻ ഇസ് പ്ലേസ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡ്രോപ്പ് ഓഫ് ഇമേഷൻ ഓയിൽ എന്ന് പറയുന്ന സാധനം, ഒരു തുള്ളി ഇമേഷൻ ഓയിൽ എന്ത് ചെയ്യുക, ആ ഒബ്ജക്റ്റിന് മുകളിൽ ഉറ്റിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ലോവർ ദ ബോഡി ട്യൂബ് till the objective lens just touches the oil. അപ്പൊ ഈ ബോഡി ട്യൂബ്, ഇനി ഈ കോയാസ് അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ബോഡി ട്യൂബ് താഴ്ത്തി കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന അതിന്റെ മുകളിൽ ഒരു തുള്ളി ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രൂപത്തിൽ, ജസ്റ്റ് ആ ലെൻസ് ഒന്ന് ടച്ച് ചെയ്യുന്ന രൂപത്തിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, യൂസ് എ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ക്ലിയർ ഇമേജ്. അപ്പൊ അതിലങ്ങ് ടച്ച് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഷാർപ്പ്നെസ് അല്ലെങ്കിൽ ഫോക്കസിനെ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് എന്തുള്ള 3 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള മാഗ്നിഫിക്കേഷൻ ഇൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ലൈൻ ഡയഗ്രാം അല്ലെങ്കിൽ റേ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വലതുവശത്ത് നമ്മൾ കണ്ണിലൂടെ നോക്കുന്നു അല്ലെ. ഇപ്പൊ ഇതിലൂടെ നോക്കുന്ന ഇവിടെ ഒരു ഐ പീസ് ലെൻസ് ഉണ്ട്. ഈ ഐ പീസ് ലെൻസിലൂടെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ തൊട്ടടുത്ത് തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് കഴിഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഐ പീസ് ലെൻസിലൂടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ലൈൻ ഡയഗ്രാം ഒന്നാമത്, ഇറ്റ് ഹാസ് എ സീരീസ് ഓഫ് 2 ലെൻസസ്. ഇതിനെന്തുണ്ട്, 2 ലെൻസ് ഉണ്ട്, സീരീസ് ഓഫ് ലെൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ക്ലോസ് ടു ദ ഒബ്ജക്ട് ടു ബി ഒബ്സർവ്ഡ്. ഒന്നാമത്തെ ലെൻസിന്റെ പേരെന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ്. അതായത് ഒബ്ജക്റ്റിന്റെ അടുത്തുള്ള ലെൻസിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. രണ്ടാമത്തെ എന്താണ്, ഐ പീസ് ലെൻസ് ത്രൂ വിച്ച് ദ ഇമേജ് ഈസ് വ്യൂഡ് ബൈ ദ ഐ. അപ്പൊ ഈ ഐ പീസ് ലെൻസിലൂടെയാണ് നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്നത്. ഓക്കെ, ഈ തരത്തിലുള്ള 2 ലെൻസുകളാണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കാം എങ്ങനെയാണ് ലൈറ്റ് ഫ്രം ദ ലൈറ്റ് സോഴ്സ്. യെസ്, ഈ പോയിന്റ് ലൈറ്റ് ഫ്രം ദ ലൈറ്റ് സോഴ്സ് മിറർ ആവാം അല്ലെങ്കിൽ LED ആവാം, പാസസ് ത്രൂ ദ തിൻ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഒരു സ്ലൈഡിലാണ് അല്ലെ, ഒരു ഗ്ലാസിന്റെ സ്ലൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്, കണ്ടൻസറിലൂടെ ഐറിസ് ഡയഫ്രത്തിലൂടെ എന്ത് ചെയ്യുന്നു, ആ ലൈറ്റ് വരുന്നു, ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതാണ് ലൈറ്റ് ഫ്രം ദ ലൈറ്റ് സോഴ്സ് പാസസ് ത്രൂ ദ തിൻ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇടത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ മിറർ വഴി അല്ലെങ്കിൽ LED ലാമ്പ് വഴി, കണ്ടൻസർ വഴി, ഐറിസ് ഡയഫ്രം വഴി എന്ത് ചെയ്യുന്നു, ആ സ്റ്റേജിലുള്ള ചെറിയ ഹോളിലൂടെ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് പതിക്കുന്നു. അപ്പോൾ ഒബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ലൈറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. ദ ഒബ്ജക്റ്റീവ് ലെൻസ് പ്രൊഡ്യൂസസ് എ മാഗ്നിഫൈഡ് റിയൽ ഇമേജ്, ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ഇടത്തെ സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, അത് മിറർ അല്ലെങ്കിൽ LED നിന്ന് വരുന്നു. അതേപോലെ തന്നെ കണ്ടൻസറിലൂടെ ഐറിസ് ഡയഫ്രത്തിലൂടെ നമ്മൾ ആ സ്റ്റേജിന്റെ ഉള്ളിൽ ചെറിയൊരു ഹോളിലൂടെ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ പതിക്കുന്നു, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ പതിക്കുന്നു. അപ്പൊ ആ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യും, അതിനൊരു ഫസ്റ്റ് ഇമേജ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ആംപ്ലിഫിക്കേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് മാഗ്നിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി തരും, ഒരു ഇൻവേർട്ടഡ് ഇമേജ്. അതാണ് നമ്മൾ B എന്ന് പറയുന്നത്. ദിസ് ഇമേജ് ഈസ് അഗെയിൻ മാഗ്നിഫൈഡ് ബൈ ദ ഐ പീസ് ലെൻസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഐ പീസ് ലെൻസിന് മുന്നിൽ മറ്റൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടായി വരുന്നു
അല്ലേ? അവിടെ എന്താ പറയുക, നമ്മളൊരു IPS ലെൻസിന് മുന്നിൽ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടായി വരുന്നു, കുറച്ചൊരു വലിയൊരു ഒബ്ജക്റ്റ്. അപ്പൊ IPS ലെൻസ് എന്ത് ചെയ്യും? IPS ലെൻസ് വീണ്ടും അതിനെ മാഗ്നിഫൈ ചെയ്യും, അതായത് വീണ്ടും അതിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ മാഗ്നിഫൈ ചെയ്തിട്ടുള്ള വലിയ ഒരു ഇമേജിനെയാണ്, അല്ലെങ്കിൽ ഒരു വെർച്വൽ ഇമേജിനെയാണ് നമ്മളിവിടെ C എന്നുള്ള പൊസിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ശരിക്കും നടക്കുന്നത് എന്താണ്, 2 സ്റ്റേജ് അല്ലെങ്കിൽ 2 സ്റ്റേജ് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ 2 സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ നടന്നു നോക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് മാഗ്നിഫിക്കേഷൻ എന്നുള്ളത് ഒബ്ജക്റ്റീവ് ലെൻസ് ചെയ്യും. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യും? IPS ലെൻസിന് വേണ്ടി ഒരു വലിയൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ IPS ലെൻസ് എന്ത് ചെയ്യും? ആ ഇമേജിനെ വീണ്ടും വലുതാക്കിയാൽ വീണ്ടും മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. അതാണ് ഇവിടെ ഫൈനൽ ഇമേജ് ആയിട്ട് വരുന്നത്. The image is again magnified by the IPS lens to obtain the magnified virtual and final image which can be seen by eye through the eyepiece. അപ്പോൾ നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് ശരിക്കും എന്താണ്? ഈ ഫൈനൽ ഇമേജ് ആണ്, ഈ വലിയ മാഗ്നിഫൈ ചെയ്ത ഇമേജ് ആണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ഇതോടനുബന്ധിച്ചുള്ള ചെറിയൊരു വീഡിയോ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഒരു ഇൻസിഡന്റ് ലൈറ്റ് വരുന്നു, അത് പിന്നെ കണ്ടൻസർ ഐറിസ് ഡയഫ്രം എന്നിലൂടെ കയറി പോകുന്നു. യെസ്, ഇവിടെ നമുക്കൊരു ഐറിസ് ഡയഫ്രം കാണാം. അപ്പോൾ ഐറിസ് ഡയഫ്രത്തിലൂടെ എന്താ വെച്ചാൽ അത് ഒബ്ജക്റ്റിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോസ് പീസ് ഇതേപോലെ തിരിക്കാൻ പറ്റും. ഇതേപോലെ ഒരു കിടത്തി വെച്ചിരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ ലൈൻ ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം, ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉള്ളത്, ഇതാണ് നമ്മുടെ IPS ലെൻസ് ഉള്ളത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് ഈ ഭാഗത്തു നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ സ്ലൈഡിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നും ആദ്യം മാഗ്നിഫൈ ചെയ്യുന്നു, അല്ലെ? ഫസ്റ്റ് സ്റ്റേജ് മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നു. അതാണ് ഒന്നാമതായിട്ട് ആംപ്ലിഫൈ ചെയ്ത അല്ലെങ്കിൽ ഒന്നാമതായിട്ട് മാഗ്നിഫൈ ചെയ്ത വലിയ ഇമേജ് ആണ് I1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് റിയൽ ഇമേജ് ആണ്. ഓക്കെ, ഈ I1 അല്ലെങ്കിൽ I1 എന്നുള്ള ആ ഒരു ഇമേജിനെ നമ്മുടെ IPS എന്ത് ചെയ്യുന്നു, വീണ്ടും മാഗ്നിഫൈ ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജ് മാഗ്നിഫിക്കേഷൻ. ഇവിടെ നമുക്ക് അതിന് മാഗ്നിഫിക്കേഷൻ കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണെന്ത്, ഈ പറയുന്ന IPS ലെൻസ് എന്ത് ചെയ്യുന്നു, I1 എന്നുള്ള ഇമേജിനെ കുറച്ചുകൂടി വലുതാക്കി മാഗ്നിഫൈ ചെയ്ത് I2 എന്നുള്ള നിലയിൽ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ നടക്കുന്നത്, 2 തരത്തിലുള്ള മാഗ്നിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മാഗ്നിഫിക്കേഷൻ ബൈ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് മാഗ്നിഫിക്കേഷൻ ബൈ IPS ലെൻസ്. ഇനി നമുക്ക് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, IPS ലെൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു മാഗ്നിഫൈങ് പവർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് MO ഇൻറ്റു മാഗ്നിഫൈങ് പവർ ഓഫ് ദ IPS ലെൻസ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്ത് പറയുന്നത്, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒബ്ജക്റ്റീവ് ലെൻസ് 40x ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്, അതുപോലെ IPS ലെൻസ് 10x ആണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ ഈക്വൽസ് ടു 40 × 10 ഈക്വൽ ടു 400 ഹെർട്സ്. അതായത് ഇവിടെ നമ്മൾ ഈ 40x എന്നുള്ള ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ആണ്, ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ ആണ്. 10x എന്നുള്ള ഏതാണ്, ഈ IPSന്റെ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 40 × 10 ഈക്വൽ ടു 400 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ 400 മടങ്ങ് വലുതാക്കി കാണിക്കുമെന്ത്, ഈ ഒരു മാഗ്നിഫിക്കേഷൻ ലെൻസുകളുടെ കോമ്പിനേഷൻ. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് എൻലാർജ്മെന്റ് ഓഫ് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്ട്. ഒരു ഇമേജിനെ എന്തുമാത്രം വലുതാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ട്യൂബ് ലെങ്ത് ഡിവൈഡ് ബൈ ഫോക്കൽ ലെങ്ത് ഇൻ mm. വാട്ട് ഈസ് ട്യൂബ് ലെങ്ത്? Tube length equal to distance between the upper part of the eyepiece. Upper part of the eyepiece എന്ന് പറയുന്നത് മുകൾ ഭാഗം, and upper part of the objective lens. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇതിന്റെ അപ്പർ പാർട്ട് ഇവിടെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ലെങ്ത്തിനാണ് എന്ത് നമ്മൾ പറയുന്നത്, ട്യൂബ് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെ പറയാം, മാഗ്നിഫിക്കേഷൻ ഓഫ് ദ IPS ലെൻസ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മൈക്രോസ്കോപ്പിന്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടേൺ ഓൺ ദ ഇലുമിനേറ്റർ.
ടേൺ ഓൺ ദ ഇലുമിനേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ താഴെയുള്ള മിറർ എന്തെങ്കിലും കറക്റ്റ് ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള LED ലാമ്പ് എന്ത് നമ്മൾ ഓൺ ആക്കുന്നു. ഓക്കെ. 2, പ്ലേസ് എ സ്ലൈഡ് ഓർ സ്പെസിമെൻ ഓൺ ദ സ്റ്റേജ് വിത്ത് സാമ്പിൾ ഡയറക്ട്ലി അബവ് ദ അപ്പർച്ചർ. അപ്പൊ നമ്മൾ അടുത്തെന്താണ് പ്ലേസ് എ സ്ലൈഡ് ഓർ സ്പെസിമെൻ ഓൺ ദ സ്റ്റേജ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഈ സ്റ്റേജിൽ എന്ത് ചെയ്യും നമ്മൾ കാണേണ്ട വസ്തു ഒരു സ്ലൈഡിലാക്കി വെക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എൻഷുർ ദ ഐറിസ് ഡയഫ്രം ഈസ് കംപ്ലീറ്റ്ലി ഓപ്പൺ. ഇവിടെ ഒരു ഐറിസ് ഡയഫ്രം ഉണ്ട്. ഈ ഐറിസ് ഡയഫ്രം എന്ത് ചെയ്യണം ഫുള്ളി ഓപ്പൺ ചെയ്ത് വെക്കണം. അലോയിങ് മാക്സിമം എമൗണ്ട് ഓഫ് ലൈറ്റ് ടു റീച്ച് ദ സ്ലൈഡ് ആൻഡ് ലെൻസസ്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ സ്ലൈഡിൽ മാക്സിമം ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ഐറിസ് ഡയഫ്രം ഫുൾ ആയിട്ട് തുറന്നു വെക്കണം. Rotate the nose piece so that the objective lens with the lowest level of magnification is directly above the sample. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 3 ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ലോ പവർ ഉണ്ട്, ഹൈ പവർ ഉണ്ട്, ഓയിൽ ഇമേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ലോ പവർ ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ ലോ പവർ നമ്മൾ സെറ്റ് ചെയ്തു. ലുക്ക് ത്രൂ ദ ഐ പീസ്. ഈ ഐ പീസിലൂടെ നോക്കുക. ആൻഡ് അഡ്ജസ്റ്റ് ദ ഐറിസ് ഡയഫ്രം അൺടിൽ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഈസ് സാറ്റിസ്ഫാക്ടറി. അപ്പോൾ ഈ ഐ പീസിലൂടെ നമുക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം? ഇതിലൂടെയുള്ള ഈ ഒബ്ജക്റ്റിൽ ലൈറ്റ് പതിയെ നമുക്ക് കാണാൻ പറ്റണം. ആ ലൈറ്റ് എന്ത് ചെയ്യണം? അത് കൺട്രോൾ ചെയ്യണം. അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കണം, അത് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈറ്റ് കൂട്ടണം. അപ്പോൾ ഐറിസ് ഡയഫ്രം എന്ത് ചെയ്യണം? അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യണം. ടേൺ ദ കൊയാർസ് അഡ്ജസ്റ്റ്മെന്റ് നോബ് until the specimen come into broad focus. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കൊയാസ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബോഡി ട്യൂബ് എന്ത് ചെയ്യണം? ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരണം, പതുക്കെ താഴ്ത്തി കൊണ്ടുവരാം. ഏതുവരെ? until the specimen come into broad focus. ഒരു സ്പെസിമെൻ അത്യാവശ്യം കാണുന്ന രൂപത്തിൽ എത്തുന്നവരെ എന്ത് ചെയ്യാം? ഈ കൊയാസ് അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പോയിന്റ് ടേൺ ദ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ബ്രോഡ് ഫോക്കസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, ഏകദേശം ഒരു ഇമേജ് കാണുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടേൺ ദ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഇവിടെ ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉണ്ട്. അത് എന്ത് ചെയ്യണം? അത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലിയർ ഷാർപ്പ് ഇമേജ് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഓക്കെ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൊട്ടേറ്റ് ദ നോസ് പീസ് ടു ഹയർ സെറ്റിംഗ്സ്. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഇനി ഹൈ പവർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലേ? ആ ഹൈപ്പർ ഒബ്ജക്റ്റീവ്സിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ നോസ് പീസ് തിരിക്കണം. Rotate the nose piece to the higher settings and bring the sample into more detail with a minimal amount of refocusing. അപ്പൊ ഇപ്പൊ നമ്മൾ ലോ പവറിൽ നിന്ന് മാറ്റി എന്ത് നമ്മൾ ഹൈ പവർ ഒബ്ജക്റ്റീവ്സിൽ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയൊരു ഡീഫോക്കസിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ആക്കി നല്ല ക്ലിയർ പിക്ചർ ആക്കി കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ ഫോക്കസിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിന്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ആൾവേസ് കീപ്പ് അവേ ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ്, ഡസ്റ്റ് ഓർ മോയ്സ്ചർ. ഡയറക്റ്റ് സൺലൈറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? മൈക്രോസ്കോപ്പിൽ അടിക്കാൻ പാടില്ല. അതുപോലെ ഡസ്റ്റ്, മോയ്സ്ചർ, അതുപോലെ പൊടി, അതുപോലെ ഈർപ്പം എന്നുള്ള സ്ഥലത്തൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? മൈക്രോസ്കോപ്പുകൾ വെക്കാൻ പാടുള്ളതല്ല. കീപ്പ് ഇൻ വുഡൻ ബോക്സസ് വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാത്ത സമയത്ത് എന്ത് ചെയ്യണം? വുഡൻ ബോക്സിൽ ഇതെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. The lenses should not be touched by the hands. നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസ് 3 ഒബ്ജക്റ്റീവ് ലെൻസിന് അതുപോലെ തന്നെ അതിന്റെ ഐപീസ് ലെൻസുകളുണ്ട്. ഇതൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കൈ കൊണ്ട് അല്ലെങ്കിൽ വിരലുകൾ കൊണ്ട് ടച്ച് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം എന്ത് ചെയ്യും? അതിന്റെ ആ ഫിംഗർ പ്രിന്റ് എന്ത് ചെയ്യും? അതിൽ വരാൻ സാധ്യതയുണ്ട്. While lowering the eyepiece, care should be taken to avoid breaking of the slides. അപ്പോൾ നമ്മൾ ഈ ബോഡി ട്യൂബ് താഴ്ത്തുമ്പോൾ, ഫോക്കസ് ചെയ്യാൻ വേണ്ടി ബോഡി ട്യൂബ് താഴ്ത്തുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ആ ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് താഴെയുള്ള സ്ലൈഡിൽ കൊണ്ട് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്ലൈഡ് പൊട്ടാനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റ് ഓയിൽ ഇമേഷൻ ലെൻസ് ഷുഡ് ബി ക്ലീൻഡ് ആഫ്റ്റർ എവറി യൂസ്. ഓരോ ഉപയോഗം കഴിഞ്ഞാലും ഓയിൽ ഇമേഷൻ ലെൻസ് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? യൂസ് കോട്ടൺ ഓർ ടിഷ്യൂ പേപ്പർ ആൻഡ് xylene ഫോർ ക്ലീനിങ് ദ ലെൻസസ് ആൻഡ് സ്ലൈഡ്സ്. ലെൻസ് അതുപോലെ സ്ലൈഡുകളൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ഉപയോഗിക്കണമെങ്കിൽ കോട്ടൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ xylene ഉപയോഗിക്കാവുന്നതാണ്. ഏഴാമത്തെ പോയിന്റ് ആൽക്കഹോൾ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ക്ലീനിങ് ദ ലെൻസസ്. ലെൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇത്രയുമാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രിയ വിദ്യാർത്ഥികളെ, മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.